السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحابه وأتباعه الفائزين برضا الله ما بعد. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒരു പട്ടിയുടെ പാല് ഒരാട്ടിൻകുട്ടി കുടിക്കുന്നതായിട്ടുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്ത്, ഇങ്ങനെ പാല് കുടിച്ചതായ ആട്ടിൻകുട്ടിയുടെ ഭാവി എന്താണ്, ആട്ടിൻകുട്ടിയെ അറുത്ത് അതിന്റെ മാംസം ഭക്ഷിക്കാൻ പറ്റുമോ, അതിന്റെ പാല് കുടിക്കാൻ പറ്റുമോ എന്നിത്യാദിയുള്ള സംശയങ്ങളുമായി കൊണ്ട് പോസ്റ്റുകൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇത് സംബന്ധമായ ഒരു വിശദീകരണം നൽകണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ക്ലിപ്പ് വിടുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പറഞ്ഞ ഇസ്ലാമിക ഫിഖ്ഹ് ഇത് സംബന്ധമായി മൗനിയാവുന്നത് ശരിയായിരിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ചുള്ള വിധിയും എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ചിന്തിക്കാനുള്ള വിഷയം, ഇവിടുത്തെ പ്രശ്നം അവിചാരിതമായ ഒരു ആട്ടിൻകുട്ടി ഒരു നായയുടെ പാല്, ഒരു പട്ടിയുടെ പാല് കുടിച്ചു എന്നുള്ളത് ഒരു പ്രശ്നമായി കരുതേണ്ടതില്ല. അത് അവിചാരിതമായി സംഭവിച്ചതായിരിക്കാം. അവിചാരിതമായി സംഭവിച്ചതൊക്കെ സാധാരണഗതിയിൽ ഒരു ഹുക്കുമിന് വേണ്ടി, ഒരു വിധിക്ക് വേണ്ടി പരിഗണിക്കപ്പെടാറില്ല. ഇനി സ്ഥിരമായി തന്നെ ഒരു ജീവിക്ക്, ഒരു ആട്ടിൻകുട്ടി പോലുള്ള ഒരു ഭക്ഷിക്കപ്പെടാൻ പറ്റുന്ന, മാംസം ഭക്ഷിക്കപ്പെടാൻ പറ്റുന്ന ഒരു ജീവിയുടെ ഭക്ഷണമായിട്ട് സ്ഥിരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള നജസായ സാധനങ്ങൾ ആണെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള വിധി എന്താണ് എന്ന് പണ്ഡിതന്മാർക്ക് അത് സംബന്ധമായ നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ട്. മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ല ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ കഴിയും. വയുക്റഹു ഇത്ആമു മഅ്കൂലത്തിൻ നജസ, ഭക്ഷിക്കപ്പെടുന്നതായ ജീവിക്ക് നജസായ സാധനങ്ങൾ ഭക്ഷണമായി നൽകൽ കറാഹത്താണ്. അപ്പൊ ഈ കറാഹത്താണ് ഇങ്ങനെയുള്ള നജസായ സാധനങ്ങൾ ഭക്ഷ്യയോഗ്യമായ ജീവികൾക്ക് ഭക്ഷിപ്പിക്കൽ. അപ്പൊ അത് സ്വന്തമായി ഭക്ഷണം കൊടുക്കുമ്പോഴുള്ള വിധിയാണ്, അവിചാരിതമായി എവിടെങ്കിലും പോയി തിന്നുന്നതിന്റെ വിധിയല്ല. ഈ പറഞ്ഞ നജസൻ എന്ന വാക്ക് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഷർവാനി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കാണാം. വയുക്റഹു യുത്ആമു മൗകൂലത്തിൻ നജസ അൽ മുതബാദറു മിനൻ നജസി നജസുൽ ഐൻ വഖളിയതുഹു അന്നഹു ലാ യുക്റഹു യുത്ആമുഹൽ മുതനജ്ജിസ്. ഇൻതഹ അലി ശബ്റാമുല്ലസി. അൽ മുതബാദറു മിനൻ നജസി, മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ല പറഞ്ഞ നജസിനെ ഭക്ഷിപ്പിക്കൽ കറാഹത്താണ് എന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞതിന്റെ അതിൽ നിന്ന് ഉത്ഭൂതമാകുന്നത് നജസുൽ ഐന് തന്നെ നജസായ സാധനങ്ങളാണ്. അഥവാ ഇപ്പോൾ ഇവിടെ ഈ ആട്ടിൻകുട്ടി കുടിച്ചിട്ടുള്ളതായ പാല്, അത് മുഗല്ലളായ നജസാകുന്ന പട്ടിയുടെ ശരീരത്തിൽ നിന്നും പിരിഞ്ഞു വന്നതാണ്. അതുകൊണ്ട് തന്നെ മുഗല്ലളായ വകുപ്പിൽപ്പെട്ടതായ പട്ടിയും ആ പട്ടിയിൽ നിന്ന് പിരിഞ്ഞു വരുന്ന സാധനങ്ങളുമെല്ലാം ഐൻ നജസുകളാണ്. അങ്ങനെയുള്ള ഐൻ നജസിനെ ഭക്ഷിപ്പിക്കലാണ് കറാഹത്താണ് എന്ന് പറഞ്ഞത്. അതേസമയം ഇങ്ങനെയുള്ളതല്ലാത്ത ഒരു പാല്, മറ്റു ജീവികളുടെ പാല് കുടിച്ചു എന്ന് കൂട്ടുക, ഒരു പൂച്ചപ്പാലോ അല്ലെങ്കിൽ വേറെ ഭക്ഷിക്കപ്പെടുന്നതല്ലാത്ത ജീവികളും പാലുള്ളതുണ്ടല്ലോ, ആ പാലുകൾ ഈ ആട്ടിൻകുട്ടി കുടിച്ചാൽ ഇത്ര പ്രശ്നമുള്ള കാര്യമില്ല. അങ്ങനെയുള്ള മുതനജ്ജിസായിട്ട് വിധി നൽകപ്പെട്ടതായ പാലുകൾ, ആ പാലുകൾ കുടിച്ചാൽ ഈ വിധി ബാധകമല്ല എന്ന് ബഹുമാനപ്പെട്ട ഷർവാനി ഇമാമ് തുടർന്ന് വിശദീകരിക്കുന്നു. വഖളിയതുഹു, ഈ പറഞ്ഞതിന്റെ വിവക്ഷ നജസുൽ ഐനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന്റെ വിവക്ഷ അന്നഹു ലാ യുക്റഹു യുത്ആമുഹൽ മുതനജ്ജിസ്, മുതനജ്ജിസായ സാധനങ്ങളെ ഈ ജീവിക്ക് ഭക്ഷിപ്പിക്കൽ കറാഹത്തില്ല. അപ്പൊ നജസ് പുരണ്ടതായ സാധനങ്ങൾ ഭക്ഷിപ്പിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ നജസായ തടി തന്നെ നജസായ സാധനങ്ങളാണ് ഭക്ഷിപ്പിക്കൽ പ്രശ്നമായിട്ട് വരുന്നത്. അപ്പൊ മുഗല്ലളാവണമെന്നില്ല, നജസായ മറ്റു സാധനങ്ങളായാൽ മതി, അതാണ് കറാഹത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ നജസ് പുരണ്ട ഏതെങ്കിലും അഴുക്കായ സാധനങ്ങളൊക്കെ ഭക്ഷിപ്പിച്ചാൽ അവിടെ ഈ കറാഹത്ത് വരുന്നില്ല.
എന്നാണ് അത് സംബന്ധമായി പറഞ്ഞത്. അപ്പൊ ഇവിടെ സംഭവിച്ചതായ ഇതിന് നമുക്ക് വിധി പറയാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള ഒരു ആട്ടിൻകുട്ടി ഈ മുഗല്ലലായ നജസായ നായ പന്നയിൽ നിന്ന് വല്ലതും കഴിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് പ്രശ്നമില്ല എന്നാണ്. അഥവാ അധികം വന്നാൽ അതിന് കറാഹത്ത് മാത്രമേ വിധിയാവുകയുള്ളൂ എന്നാണ് ഈ പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കാൻ പെടുന്നത്. ഇനി അതുപോലെ തന്നെ ഈ നജസുകൾ കൊത്തിത്തുന്നുന്ന കോഴി പോലെയുള്ള ജീവികളെ ഭക്ഷിക്കൽ കറാഹത്താണ് എന്നാണ് പ്രബല നിയമം. അത് ഹറാമാണെന്ന് പറഞ്ഞ അഭിപ്രായപ്പെട്ട ചില പണ്ഡിതന്മാരും മദ്ഹബിന്റെ അകത്തും പുറത്തുമായിട്ട് പലരും ഉണ്ട്. എങ്കിലും ശരി, മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അത് കറാഹത്ത് മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധമായിട്ട് ഈ ജല്ലാലത്ത് പോലെയുള്ള നജസ് കൊത്തിത്തുന്ന ജീവികളെ പോലെ തന്നെയായിട്ട് മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് മറ്റൊന്ന് വിശദീകരിക്കുന്നത് ഇതുപോലൊരു സംഭവമാണ്. ബഹുമാനപ്പെട്ടവർ തുഹ്ഫയിൽ പറയുന്നത് കാണാം, മിസ്ലുഹാ സഹ്ലത്തുൻ, ഈ ജല്ലാലത്ത് കറാഹത്താണ് എന്ന് പറഞ്ഞല്ലോ, എന്നതുപോലെ തന്നെ കറാഹത്താണ് സഹ്ലത്തുൻ, ഒരു ആട്ടിൻകുട്ടിയും. എങ്ങനെയുള്ള ആട്ടിൻകുട്ടിയാണ്? റുബിയത് ബിലബിന് കൽബത്തിൻ, പട്ടിയുടെ പാലുകൊണ്ട് അതിനിക്ക് ചുത്തടക്കപ്പെട്ടു. റുബിയത്ത് അതിനെ പരിപാലിക്കപ്പെട്ടോ ബിലബിന് കൽബത്തിൻ, പട്ടിയുടെ പാലുകൊണ്ട്. അങ്ങനെയുള്ള പട്ടിയുടെ പാലുകൊണ്ട് ചുത്തടക്കപ്പെടുന്ന ഭക്ഷിപ്പിക്കപ്പെടുന്നതായ ആട്ടിൻകുട്ടിയും കഴിക്കൽ ഉപയോഗിക്കൽ കറാഹത്താണ്. പക്ഷെ അതിനൊരു നിബന്ധന പറയുന്നുണ്ട്, ഇതാ തഗയ്യറ ലഹ്മുഹ, അതിന്റെ മാംസം പകർച്ച വന്നിട്ടുണ്ടെങ്കിൽ, മാംസം പകർച്ചയായാൽ മാത്രമേ കറാഹത്ത് വരികയുള്ളൂ, ജല്ലാലത്ത് പോലെയുള്ള വിധി വരികയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ആട്ടിൻകുട്ടി നായയുടെ പാല് കുടിച്ചുവെങ്കിൽ ആ കുടിച്ചതിന്റെ പേരിൽ ഇവിടെ പ്രശ്നം വരുന്നില്ല. പ്രശ്നം വരിക എപ്പോൾ മാത്രമാണ്? ആ ആടിനെ അറുക്കുന്ന സമയത്ത് അതിന്റെ മാംസത്തിനിക്ക് പകർച്ച വല്ലതും ഉണ്ടെങ്കിലാണ്. പകർച്ച എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഇറച്ചിക്ക് വാസനയോ നിറമോ അതുപോലെ തന്നെ രുചിയോ വ്യത്യാസമുണ്ട് എങ്കിൽ മാത്രമേ ഈ കറാഹത്ത് വരികയുള്ളൂ. അപ്പൊ ഇങ്ങനെ കറാഹത്ത് വരുമെന്ന് പറയുമ്പോൾ മറ്റ് ഭാഗങ്ങളിലേക്ക് ഈ കറാഹത്ത് വ്യാപിക്കുകയില്ല എന്നും മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. ലാ സറഉൻ വ സമറുൻ, ഈ പറഞ്ഞതായ പ്രശ്നങ്ങൾ ബാധകമല്ല കൃഷിക്കും അതുപോലെ തന്നെ വൃക്ഷത്തിനിക്കും. എങ്ങനെയുള്ള കൃഷിയും വൃക്ഷവുമാണ്? സുഖിയ ഔ റുബിയ ബി നജസിൻ, നജസ് കൊണ്ട് പരിപാലിക്കപ്പെടുകയും കുടിപ്പിക്കപ്പെടുകയും ചെയ്തതായ വൃക്ഷം, ആ വൃക്ഷത്തിൽ നിന്നുണ്ടായ പഴങ്ങൾ, അതുപോലെ അങ്ങനെ കുടിപ്പിക്കപ്പെട്ട കൃഷി, ആ കൃഷിയിൽ നിന്നുണ്ടായ വിത്തുകൾ, അതൊന്നും തിന്നുന്നതിന് കറാഹത്തില്ല. ബൽ യഹില്ലു ഇത്തിഫാക്കൻ, അവകളെല്ലാം ഭക്ഷിക്കലും ഉപയോഗിക്കലുമൊക്കെ ഇത്തിഫാക്കൻ നിലക്ക് തന്നെ ഹലാലാണ്. വലാ കറാഹത്ത ഫീഹി, അതിൽ യാതൊരു കറാഹത്തുമില്ല. കാരണം അദമി ലുഹൂരി അസറിൻ നജസി ഫീഹി, അതിലൊന്നും നജസിന്റെ ആ അടയാളങ്ങൾ പ്രതിഫലനങ്ങൾ പ്രകടമല്ലാത്തത് കൊണ്ട് എന്നാണ് ഇത് സംബന്ധമായി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വ്യക്തമാകുന്ന കാര്യം, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹു റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അതുപോലെ തന്നെ ഇമാം റംലി റളിയല്ലാഹു അൻഹു നിഹായയിലും അലി ഷിബ്രാമുല്ലസി തന്റെ ഗ്രന്ഥങ്ങളിലും എല്ലാം ഈ വിഷയം ഇതുപോലെ തന്നെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. ആ വിശദീകരണങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത്, ഇപ്പൊ ഇവിടെ സംഭവിച്ചിട്ടുള്ളതായ ഈ ആട്ടിൻകുട്ടി, ആട്ടിൻകുട്ടിയുടെ ഉടമ ഇങ്ങനെയുള്ള നായപ്പാലോ പട്ടിപ്പാലോ ഒന്നും തന്നെ ഇങ്ങനെയുള്ള ജീവികൾക്ക് കൊടുക്കാൻ ശ്രമിക്കാൻ പാടില്ല. അത് കറാഹത്താണ്. അഥവാ ഇനി കൊടുത്തു എന്നതിന്റെ പേരിൽ ആ ആടിന്റെ പാല് കുടിക്കുന്നതിനോ അതിന്റെ മാംസം ഭക്ഷിക്കുന്നതിനോ കുഴപ്പമില്ല. ഇനി ചെറിയ കുഴപ്പം അഥവാ കറാഹത്തെങ്കിലും വരിക അതിന്റെ മാംസത്തിനിക്ക് എന്തെങ്കിലും പകർച്ച വന്നെങ്കിൽ മാത്രമാണ്. ഇല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ വിശദീകരണത്തിൽ നിന്ന് ആളുകൾ അന്വേഷിക്കുന്നതായ വിവരം ലഭ്യമായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.